അങ്ങനെ നമ്മൾ നമ്മുടെ വെബ്സൈറ്റ് ചെയ്തു, വെബ്സൈറ്റിൽ ബ്ലോഗ് ആഡ് ചെയ്തു, വെബ്സൈറ്റിൽ ബാക്കി കണ്ടൻസ് കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തു, അതുപോലെ തന്നെ വെബ്സൈറ്റിൽ നമ്മൾ ജോബുകൾ ആഡ് ചെയ്തു, എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റാക്കി വെബ്സൈറ്റ് ഫുള്ള് റെഡിയാണ്. നമ്മുടെ കസ്റ്റമേഴ്സ്, അതായത് നമ്മുടെ എന്താണ് പറയുക, കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ലൈക്ക് എന്താ പറയുക ജോബ് സീക്കേഴ്സ്, അതാണ് നമ്മുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ജോബ് സീക്കേഴ്സിന് വേണ്ടിയിട്ട് വെബ്സൈറ്റ് ഫുൾ ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ വെബ്സൈറ്റിലേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വെബ്സൈറ്റ് മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് വെബ്സൈറ്റ് മാർക്കറ്റ് ചെയ്ത് കസ്റ്റമേഴ്സിനെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അതവിടെ നിൽക്കണം. അതിനെപ്പറ്റി നമുക്ക് പിന്നീട് സംസാരിക്കാം, അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോയിൽ സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വെബ്സൈറ്റിലേക്ക് നമ്മൾ വേർഡ്പ്രസ്സിൽ വെബ്സൈറ്റിലേക്ക് നമ്മൾ എന്താ പറയുക ആഡ്സെൻസ്, ഗൂഗിൾ ആഡ്സെൻസ് ലിങ്ക് ചെയ്യാൻ വേണ്ടി പോകണം. ഗൂഗിൾ ആഡ്സെൻസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അതായത് വെബ്സൈറ്റുകളിലും അതുപോലെ തന്നെ മൊബൈൽ ആപ്ലിക്കേഷനിലും യൂട്യൂബിലും ഇതിലെല്ലാം അഡ്വർടൈസ്മെൻറ്റ് പ്ലേസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഗൂഗിൾ ആഡ്സെൻസ് എന്ന് പറയുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ആയിട്ടുള്ള സംഭവമാണ് ഗൂഗിൾ ആഡ്സെൻസ് എന്ന് പറയുന്നത്. അതുപോലെ വേറെ പല ഇതുണ്ട് കേട്ടോ, ആഡ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ ഗൂഗിൾ ആഡ്സെൻസ് പോലെ തന്നെ വേറെ ഒരുപാടുണ്ട്, യാഹൂവിൻ്റെ ഉണ്ട്, അങ്ങനെ പലതിൻ്റെയൊക്കെ ഉണ്ട്. നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഗൂഗിളിൻ്റെ ആഡ്സെൻസ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗൂഗിളിൻ്റെ ആഡ്സെൻസ് നമ്മുടെ വേർഡ്പ്രസ് വെബ്സൈറ്റിൽ എങ്ങനെ ലിങ്ക് ചെയ്യാന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിന് ഒരു ഗൂഗിളിൽ തന്നെ ഒരു ചെറിയൊരു പ്ലഗിൻ ഉണ്ട്. പ്ലഗിൻ യൂസ് ചെയ്തിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. നമ്മൾ വെബ്സൈറ്റ് ഫുള്ള് എല്ലാം ചെയ്തിരിക്കുകയാണ്. അതുപോലെ നമ്മളിപ്പോൾ ജോബ്സ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ ബ്ലോഗ് എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് വെബ്സൈറ്റിൽ പറഞ്ഞ പോലെ ജോബുകൾ ആഡ് ചെയ്യുക, ഡെയിലി ജോബുകൾ ആഡ് ചെയ്യുക, ബ്ലോഗുകൾ ആഡ് ചെയ്യുക, അങ്ങനെയൊക്കെ ഡെയിലി ഈ കാര്യങ്ങളെല്ലാം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇതുപോലെ നമ്മൾ ഡെയിലി അപ് ടു ഡേറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് പെട്ടെന്ന് തന്നെ നല്ലൊരു റീച്ചിലേക്ക്, നല്ലൊരു ട്രാഫിക്കിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾക്ക് ഇതിൽ ഇനി അങ്ങനെ ആഡ്സെൻസ് കണക്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ ആഡ്സെൻസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ഡാഷ്ബോർഡിലേക്ക് പോവുകയാണ്. അപ്പോൾ ഡാഷ്ബോർഡിൽ പോയതിന് ശേഷം നമ്മൾ അതൊരു പ്ലഗിൻ വെച്ചാൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്ലഗിൻസിൽ പോവുകയാണ്. പ്ലഗിൻസിൽ പോയിട്ട് പ്ലഗിൻസിൽ നമ്മളൊരു ആഡ് ന്യൂ പ്ലഗിൻ കൊടുക്കുകയാണ്. ആഡ് ന്യൂ പ്ലഗിൻ കൊടുത്തിട്ട് നമുക്കവിടെ ഗൂഗിളിൻ്റെയാണ് നമ്മൾ പ്ലഗിൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഗൂഗിളിൽ നിന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഗൂഗിളിൻ്റെ സൈറ്റ് കിറ്റ് എന്ന് പറഞ്ഞൊരു പ്ലഗിൻ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ വെബ്സൈറ്റും ആഡ്സെൻസുമായിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിൽ തന്നെ നമുക്ക് അനലറ്റിക്സിന് ആഡ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ സെർച്ച് കൺസോളിൽ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും, ആഡ്സെൻസിൽ ആഡ് ചെയ്യാൻ പറ്റും, അതുപോലെ സ്പീഡ് കാര്യങ്ങളെല്ലാം ചെയ്യാം. ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ കൊടുക്കുകയാണ്. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾക്കിത് ആക്ടിവേറ്റ് ചെയ്യാം. നമ്മുടെ പ്ലഗിൻ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. പ്ലഗിൻ ആക്ടിവേറ്റ് ആയിട്ട് ഇതിൽ നമ്മൾക്ക് ഓൾറെഡി അവിടെ ഒരു പോപ്പപ്പ് കാണിക്കുന്നുണ്ട്. നമ്മുടെ പ്ലഗിൻ്റെ, അതായത് നമ്മുടെ സൈറ്റ് കിറ്റിൻ്റെ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കുന്നുണ്ട്. നമുക്കത് സ്റ്റാർട്ട് കൊടുക്കാം. സ്റ്റാർട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നേരെ നമ്മുടെ ആ ഒരു പ്ലഗിൻ്റെ പേജിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഓൾറെഡി ഇപ്പം ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്കൊരു ഗൂഗിൾ അനലറ്റിക്സ് ലിങ്ക് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് കൊടുക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ വെബ്സൈറ്റിൻ്റെ ട്രാഫിക് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈസിയാണ് ഗൂഗിൾ അനലറ്റിക്സ് ഉണ്ടെങ്കിൽ. അത് കൊടുത്തിട്ട് നമുക്ക് സൈൻ ഇൻ വിത്ത് ഗൂഗിൾ കൊടുക്കാം. അതായത് നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് വെച്ചിട്ടാണ് നമ്മളിത് സൈൻ ഇൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ജിമെയിൽ വെച്ചിട്ട് ഇത് ലോഗിൻ ചെയ്യുകയാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ അക്കൗണ്ട് സെലക്ട് ചെയ്യുകയാണ്. അതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കണം, കണ്ടിന്യൂ കൊടുക്കാൻ പോവാണ് അടുത്തത്. ഇതിൽ നമ്മൾ ഇപ്പോൾ നമുക്ക് കുറച്ച് പെർമിഷൻസ് ഒക്കെ കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ അലൗ ചെയ്ത് കൊടുക്കുകയാണ്. കാര്യം നമ്മുടെ ജിമെയിലിൽ നിന്നാണ് കുറച്ച് പെർമിഷൻസ് ഒക്കെ ആക്സസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. സൈറ്റ് കിറ്റിൻ്റെ പേജാണ് ഇത് വരുന്നത്. ഇതിൽ നമ്മൾ ആദ്യം നമ്മുടെ സൈറ്റിൻ്റെ ഒരു ഓണർഷിപ്പ് വെരിഫൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നത്. അത് നമ്മൾ വെരിഫൈ കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് വെരിഫൈ ആയിക്കോളും. നമ്മുടെ ഗൂഗിളും അതായത് നമ്മുടെ സൈറ്റും തമ്മിൽ ഒരു വെരിഫിക്കേഷൻ നടക്കും ഓട്ടോമാറ്റിക്കായിട്ട്. പിന്നീട് വരുന്നത് നമ്മുടെ ഒരു ഡാഷ്ബോർഡിൽ നമ്മൾ ഇതിൻ്റെ വെബ്സൈറ്റിൻ്റെ മെട്രിക്സ്, അതായത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ അനലറ്റിക്സ് കാണിക്കുന്നതിൻ്റെയാണ്. അടുത്ത ഓപ്ഷൻ എന്ന് പറയുമ്പോൾ സെറ്റപ്പ് സെർച്ച് കൺസോളാണ്. അത് നമ്മൾ സെർച്ച് കൺസോൾ google.com എന്ന് പറഞ്ഞ സെർച്ച് കൺസോളിൽ നമ്മുടെ വെബ്സൈറ്റ് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. അത് നമ്മൾ നെക്സ്റ്റ് അടിച്ച് സെറ്റപ്പ് കൊടുത്ത് നെക്സ്റ്റ് അടിച്ച് വിടുകയാണ്. പിന്നെ നമ്മുടെ ഗൂഗിൾ അനലറ്റിക്സിൻ്റെ ലാസ്റ്റ് ഫൈനൽ സെറ്റപ്പാണ് ചോദിക്കുന്നത്. ഇത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ നെക്സ്റ്റ് കൊടുക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊരു ഗൂഗിൾ അനലറ്റിക്സിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കും. ഗൂഗിൾ അനലറ്റിക്സിൻ്റെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ട് ഞാനൊരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഓൾറെഡി എൻ്റെ പഴയ അക്കൗണ്ട്സ് ഒക്കെ അവിടെ കിടപ്പാണ്. ഞാനൊരു പുതിയൊരു അക്കൗണ്ട് കൊടുക്കുകയാണ്. സെറ്റപ്പ് ന്യൂ അക്കൗണ്ട് കൊടുത്ത് ബാക്കി ഡീറ്റെയിൽസ് ഒന്നും ഞാൻ ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ അത് കൊടുത്തിട്ട് ഞാൻ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുമ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് ഗൂഗിളിലേക്കാണ് പോകുന്നത്. ഗൂഗിളിലേക്ക് പോയിട്ട് നമ്മളവിടെ കുറച്ച് പെർമിഷൻസ് ഒക്കെ വീണ്ടും ഗൂഗിളിൻ്റെ അലൗ ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട്. അതെല്ലാം നമ്മൾ അലൗ ചെയ്ത് കൊടുക്കുകയാണ്. കാര്യം ഈ പെർമിഷൻസ് ഒക്കെ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സർവീസുകളൊന്നും വർക്ക് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ ഗൂഗിൾ അനലറ്റിക്സിൻ്റെ ഇതിലേക്ക് നമ്മുടെ വെബ്സൈറ്റിലേക്ക് പോകുന്നുണ്ട്. ഇതിലിവിടെ ചെന്ന് കഴിയുമ്പോൾ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് അക്സെപ്റ്റ് ചെയ്യാണ്. ഫസ്റ്റ് ഒരെണ്ണമുണ്ട്, അത് അക്സെപ്റ്റ് ചെയ്തു. നമ്മൾ നേരെ താഴേക്ക് പോയി അടുത്തൊരെണ്ണമുണ്ട്, അത് അക്സെപ്റ്റ് ചെയ്തു.
അപ്പോൾ അതിനുശേഷം നമുക്ക് നേരെ ഇവിടെ ഐ അക്സെപ്റ്റ് എന്ന ലാസ്റ്റ് ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കുന്നത്. അപ്പോൾ ഗൂഗിൾ അനലിറ്റിക്സ് ഓൾറെഡി നമ്മുടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ സൈറ്റ് ഒരു ലിങ്ക് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ തിരിച്ച് നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് പോവുകയാണ്. തിരിച്ച് നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ആവശ്യമില്ല, കുറേ ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ ജസ്റ്റ് ഓക്കെ ആയി കൊടുക്കുന്നു. മറ്റേത് ഇപ്പോൾ അടുത്ത ഒരെണ്ണം വരുന്നുണ്ട്, അത് നമുക്ക് മേ ബി ലേറ്റർ കൊടുക്കാം. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക്, അതുകൊണ്ടാണ് നമ്മളതൊക്കെ മേ ബി ലേറ്റർ കൊടുക്കുന്നത്. ഇതെല്ലാം കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി നമ്മുടെ സൈറ്റ് കിറ്റ് നമ്മളൊരു ഗൂഗിൾ അക്കൗണ്ടുമായിട്ട് നമ്മൾ ഓൾറെഡി ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൈറ്റ് കിറ്റ് എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കിത് ഒരു ജിമെയിൽ അക്കൗണ്ട് വെച്ച് യൂസ് ചെയ്യുന്നത്. ഇതിൽ നമുക്കിപ്പോൾ സൈറ്റിലേക്ക് വരുന്ന ട്രാഫിക് കാര്യങ്ങളെല്ലാം നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ നമ്മുടെ കണ്ടൻസിൽ കിട്ടുന്ന ഒരു ട്രാഫിക് എല്ലാ കാര്യങ്ങളും, അതുപോലെ തന്നെ സൈറ്റിൻ്റെ സ്പീഡ് കാര്യങ്ങൾ, ഇതെല്ലാം നമുക്കിതിൽ തന്നെ കാണാനായിട്ടുള്ള ഒരു ഓപ്ഷനുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു ഫുൾ ഒരു അനലിറ്റിക്സ് ടൂളാണ് ശരിക്കും സൈറ്റ് കിറ്റ്. അതിൽ അവസാനം വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ ആഡ്സെൻസ് ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ നമ്മളിതിൽ ആഡ്സെൻസ് ലിങ്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മളിവിടെ കണക്റ്റിനെ കൊടുക്കുന്നു. കണക്റ്റിനെ കൊടുക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഒരു ഗൂഗിൾ അക്കൗണ്ട് സെലക്ട് ചെയ്യേണ്ടി കാണിക്കുന്നു. ഗൂഗിൾ അക്കൗണ്ടിൽ പെർമിഷൻസ് അലോ ചെയ്യാൻ വേണ്ടി കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ചെയ്യുകയാണ്. അതെല്ലാം വളരെ സിമ്പിളാണ്, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഒരുപാട് ലെങ്തി ആക്കുക, അത് പെട്ടെന്ന് പറഞ്ഞു പോകാൻ മെയിൻ റീസൺ അതാണ്. അപ്പോൾ ഇതിൽ നമ്മളിനി നമ്മുടെ സൈറ്റ് ആഡ്സെൻസ് അക്കൗണ്ടിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചോദിക്കുന്നുണ്ട്. നമുക്ക് ആദ്യം നമ്മൾ ആഡ് ചെയ്തിട്ടില്ല, അത് ആഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ്. അപ്പോൾ നേരെ നമ്മുടെ ആഡ്സെൻസിലേക്കാണ് നേരെ പോകുന്നത്. അപ്പോൾ നമ്മൾ എൻ്റെ ആഡ്സെൻസിൻ്റെ ഡാഷ്ബോർഡാണ് ഈ വന്നേക്കുന്നത്. ഇതിലേക്ക് ഞാൻ എൻ്റെ വെബ്സൈറ്റ് ആഡ് ചെയ്യുകയാണ്. ഡയറക്റ്റ് നേരെ ആഡ് ആവും. പിന്നെ നമ്മൾ അതിൻ്റെ ഒരു വെരിഫിക്കേഷൻ ഉണ്ട്, അത് സൈറ്റിൻ്റെ ഒരു ഓണർഷിപ്പ് വെരിഫിക്കേഷൻ എന്ന സംഭവമുണ്ട്, അത് നമ്മൾ ചെയ്യണം. അതിന് നമ്മൾ ഈ പറഞ്ഞൊരു കോഡുണ്ട്, ഈ ഒരു സ്നിപ്പറ്റ് എന്ന് പറയുന്നത്. ഈ കോഡ് ഡൗൺലോഡ് ചെയ്തിട്ട് കോപ്പി ചെയ്തിട്ട് നമ്മൾ നമ്മുടെ എന്താ പറയുക നേരെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് പോവുക. വെബ്സൈറ്റിലേക്ക് പോയിട്ട് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഡാഷ്ബോർഡിലേക്ക് പോവുകയാണ്. ഡാഷ്ബോർഡിൽ എത്തിയതിന് ശേഷം നമ്മൾ നേരെ ഇവിടെ വന്നിട്ട് അപ്പിയറൻസിൽ പോകണം. അപ്പിയറൻസിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് തീം ഫയൽ എഡിറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ തീമിനെ നമ്മൾ കോഡ് ബേസിൽ എഡിറ്റ് ചെയ്യേണ്ടതാണ്. അതിൽ പോയിട്ട് അതിൽ നമ്മൾ നേരെ നമ്മൾ header.php എന്നൊരു ഫയലുണ്ട്, അത് എടുക്കുക. അതെടുത്തിട്ട് നമ്മുടെ ഈ ഫയലിൻ്റെ ഹെഡ് ടാഗുകളുണ്ട്, 2 ഹെഡ് ടാഗ് ഉണ്ട്. ഹെഡ് ടാഗിൻ്റെ ക്ലോസിംഗ് ഉണ്ട്, ഓപ്പണിംഗ് ഉണ്ട്. അതിൽ നമ്മൾ കുറച്ച് സ്പേസ് ഇട്ടിട്ട് അവിടെ നമ്മൾ ഈ ഒരു കോഡ് പേസ്റ്റ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യണം, അത് സേവ് ചെയ്യണം. ഈ ഫയൽ സേവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ വെബ്സൈറ്റ് നമ്മുടേതാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോഡ് ഇവിടെ ആഡ് ചെയ്തേക്കുന്നത്. തിരിച്ച് നമ്മൾ ആഡ്സെൻസിൽ പോയിട്ട് നമ്മളിവിടെ വെരിഫൈ കൊടുക്കാൻ പോവുകയാണ്. വെരിഫൈ കൊടുക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സൈറ്റ് വെരിഫൈ ആവും. ആദ്യം കുറച്ച് നേരമൊന്നും വെരിഫൈ ഉണ്ടാവില്ല. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സൈറ്റ് വെരിഫൈ ആവുന്നതാണ്. പക്ഷേ നമ്മൾ റിക്വസ്റ്റ് റിവ്യൂ കൊടുക്കുകയാണ്. റിക്വസ്റ്റ് റിവ്യൂ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഫൈനൽ പ്രോസസ്സാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ റിക്വസ്റ്റ് റിവ്യൂ കൊടുക്കണം. നമ്മുടെ സൈറ്റ് നമ്മൾ ഓൾറെഡി ഇപ്പം ആഡ്സെൻസായിട്ട് ലിങ്ക് ചെയ്തു, റിവ്യൂവിന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ റിവ്യൂ കംപ്ലീറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു മെയിൽ കിട്ടും. ആ മെയിൽ കിട്ടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും നമ്മുടെ ഡാഷ്ബോർഡിൽ പോയിട്ട് ആഡ്സെൻസ് കുറച്ച് സെറ്റപ്പും കൂടെ ഉണ്ട്, ജസ്റ്റ് ഒരു 2 സെറ്റപ്പും കൂടെ ഉള്ളൂ, അത് കംപ്ലീറ്റ് ചെയ്യണം. ഇത്രേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു വെബ്സൈറ്റ് നമ്മുടെ ഒരു ആഡ്സെൻസുമായിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടിയുള്ള പ്രോസസ്സ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.